വസല്ലം ജാഹ ബർക്കത്തിനാൽ ഈ മജ്ലിസിന്റെ ബർക്കത്തിനാൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാവരെയും അല്ലാഹുവേ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ വിഷമങ്ങൾ നീക്കണേ അല്ലാഹ് പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ് വേദനകളെ അകറ്റണേ അല്ലാഹ് ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ് സിഹ്റുകളെ ബാത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളുടെ രക്തങ്ങളിൽ മജ്ജകളിൽ മാംസങ്ങളിൽ രോമകൂപങ്ങളിൽ ആന്തരികമായ അവയവങ്ങളിൽ ബാഹ്യമായ അവയവങ്ങളിൽ എന്ത് രോഗമാണെങ്കിലും നിനക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളുണ്ടോ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ടവർ രോഗം മൂലം കഷ്ടപ്പെടുന്നവരാണ്, ആശുപത്രികളിൽ കഴിയുന്നവരാണ്. മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ, മാരകമായ ക്യാൻസർ പിടിപെട്ടുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. കിഡ്നി ഫെയിലായവരാണ്, ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവരാണ്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളുള്ളവരാണ്, ശരീരം വേദനിക്കുന്നവരാണ്, കൈകാലുകൾ വേദനിക്കുന്നവരാണ്, റുകൂഅ് ചെയ്യാൻ സുജൂദ് ചെയ്യാൻ അല്ലാഹുവേ നോമ്പ് നോക്കാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ വല്ലാതെ വിഷമിക്കുന്നവരാണ്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരാണ്, വിശുദ്ധ ഖുർആൻ ശരീഫിനെ പാരായണം ചെയ്യാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്, കണ്ണ് കാണാത്തത് കൊണ്ട് വിഷമിക്കുന്നവരാണ്. അല്ലാഹുവേ എന്ത് രോഗങ്ങൾ കൊണ്ടാണോ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടുകളെ നീ നീക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവേ കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. മനസ്സുകൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. മനസ്സുകൾക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള, സമാധാനമുള്ള, സ്നേഹമുള്ള, ഐക്യമുള്ള, ഐശ്വര്യമുള്ള, ആരോഗ്യമുള്ള, സംതൃപ്തമായ കുടുംബ ജീവിതം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഭാര്യയും ഭർത്താവും പൊന്നുമക്കളും സഹോദരങ്ങളും സഹോദരിമാരും കുടുംബങ്ങളും മാതാപിതാക്കളും അയൽവാസികളും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും ആക്കി തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവേ എന്ത് പ്രശ്നങ്ങളാണ്, എന്ത് പ്രശ്നങ്ങളാണ് ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് വേദനകളാണോ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് തടസ്സങ്ങളാണോ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കടങ്ങളാണോ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ശത്രുക്കളാണോ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ എന്തിന്റെ പേരിലാണോ ഞങ്ങൾ വേവലാതിക്കൊള്ളുന്നത്, ഞങ്ങൾ ഭയപ്പെടുന്നത്, ഞങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നത്, അല്ലാഹുവേ റാഹത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഉയർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ഉയർന്ന് പഠിക്കാനുള്ള സാഹചര്യം, അതിനുള്ള സൗകര്യങ്ങളും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ തോറ്റുപോയവരുണ്ട്, അവർക്ക് നീ പരീക്ഷ എഴുതി വിജയിക്കുവാനും ജീവിതത്തിൽ ഉന്നതമായ ശ്രേണികളിലേക്ക് ഉയർന്നു വരാനും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷകളാണ്, ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും
ഞങ്ങൾക്ക് ഉപകാരമുള്ള പൊന്നുമക്കളാക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്, ആശകളെ നിറവേറ്റണേ അല്ലാഹ്, മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് റാഹത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ സുഖലോക സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഹബീബിന്റെ സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് സ്വർഗീയ സൗഗന്ധ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുടെ മണ്ണിലാണ്, ഇരുളന്റെ വീടാകുന്ന ഖബറിലാണ്. അവരുടെ അവസ്ഥ എന്താണ് എന്ന് അറിയുന്നവൻ നീയാണ് അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ സുഖലോക സ്വർഗമാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഇരുട്ടിൽ നിന്ന്, ഖബറിന്റെ ഫിത്നകളിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന്, ഖബറിലെ ഹിസാബുകളിൽ നിന്ന്, ഖബറിലെ ഒറ്റപ്പെടലുകളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ ജീവിതം ഏറ്റവും സന്തോഷകരമാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറയിൽ ഹിസാബില്ലാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ലിഖാഇനെ കണ്ടുകൊണ്ട് സന്തോഷിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബ്